ഊന്നി പറയുന്നത് ഇത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ചെറു കാറുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വില കുറയാൻ സാധ്യത ഉള്ളത്. 28% നിന്ന് 18% വരുമല്ലോ, ഏകദേശം ഒരു 10% അടുത്തോളം കുറയുന്നുണ്ട്. ആ വണ്ടി ഞങ്ങൾ 28% കൊടുത്തിട്ടാണ് വണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. വാറ്റിൽ നിന്ന് GST വരുമ്പോഴും നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതുപോലെ ഹ്യൂജ് ലോസ് വരുന്ന ഒരു 10% ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടികളാണ്. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടുകൂടി രാജ്യത്ത് വാഹന വിപണിയിൽ പുത്തൻ ഉണർവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് സംബന്ധിച്ച് കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ രഞ്ജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിപണി ഉണരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. എത്തരത്തിലായിരിക്കും GST നിരക്കിലുണ്ടാകുന്ന കുറവ് വാഹന വിപണിയെ സ്വാധീനിക്കുക? ഇത് രണ്ട് രീതിയിൽ കാണണം. തീർച്ചയായിട്ടും പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരെയും പോലെ ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. GST കുറയുന്ന സമയത്ത് നമ്പർ ഓഫ് കൗണ്ട് സെയിൽസ് കൂടുവാണെങ്കിൽ അത് ഗുണമായിട്ട് തന്നെ വരും. സാധാരണക്കാർക്ക് ഗുണം ആകും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നിഗമനം മാത്രമാണ്. അതിന് എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെറു കാറുകൾക്ക് വില കുറയുന്നുണ്ട്, ലക്ഷറി കാറുകൾക്ക് മാത്രമാണ് സെസ്സും കൂടുതലുള്ളത്. അപ്പം ലക്ഷറി കാറുകളുടെ കാര്യത്തിൽ മാത്രം നോക്കണ്ട, ചെറു കാറുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ട കാറുകൾക്ക് വില എന്തായാലും ഇപ്പോഴത്തെ സിനാരിയോയിൽ കുറഞ്ഞു തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ടു. വിലക്കുറവെന്ന് പറയുമ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടാവും? 28% നിന്ന് 18% വരുമല്ലോ, ഏകദേശം ഒരു 10% അടുത്തോളം കുറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിനകത്തൊരു ചേഞ്ചസ് വരുന്നുണ്ട്. അറൗണ്ട് 30,000 to 70,000 അപ്രോക്സിമേറ്റ് ആണ്. ഒരു 50,000 വരുന്ന വ്യത്യാസം കാറുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയാണ്. ഏതൊക്കെ വാഹനങ്ങൾക്കായിരിക്കും അങ്ങനെ? ചെറു കാറുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വില കുറയാൻ സാധ്യത ഉള്ളത്. CC അനുസരിച്ചിട്ടുള്ള വ്യത്യാസംസ് വരും. അപ്പോൾ ഏറ്റവും ഈ പറഞ്ഞ 1200 താഴോട്ടുള്ള വെഹിക്കിൾസിന് നല്ല വ്യത്യാസം വരും. സാധാരണക്കാരൻ ചൂസ് ചെയ്യുന്ന ഒരു കാറ് അങ്ങനെ പറയുകയാണെങ്കിൽ ഏതൊക്കെ വാഹനത്തിനായിരിക്കും അങ്ങനെ വില കുറയാൻ? സാധാരണക്കാരൻ്റെ വാഹനം എന്ന് പറയുമ്പോൾ മാരുതിയും ടാറ്റയൊക്കെ തന്നെയാണല്ലോ ചെറുവാഹനങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ടാകും. റെനോൾട്ടിൻ്റെ വണ്ടികളുണ്ട്, നിസാൻ്റെ വണ്ടികളുണ്ട്. ആ ചെറുവാഹനങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രയോറിറ്റി കൂടുക. ആൾക്കാർക്ക് എടുക്കാനും അവരുടെ അഫോർഡബിൾ, അതായത് ഒരു 7 ലക്ഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഈ 7.5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന വാഹനത്തിന് 7 ലക്ഷത്തിൽ താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ വാഹനത്തിനും കൂടെ ഇപ്പോൾ ഒരു കൺസിഡറേഷൻ കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം മറ്റേ വാഹനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഒരു സെഗ്മെന്റ് മേപ്പോട്ടുള്ളൊരു വാഹനം കൂടെ എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ CC-യിലും വലിയ വ്യത്യാസം വരുന്ന സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതാം അല്ലേ? സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഈ CC കുറഞ്ഞാണ്. അതായത് 2 വീലറിൽ നിന്ന് ഒരു കാറിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ചെറു കാറുകളിലോട്ടാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാറുകൾക്ക് എന്തായാലും വില കുറഞ്ഞു തന്നെ ആയിരിക്കും, സാധാരണക്കാർക്ക് ഉപകാരപ്പെടാം. മാക്സിമം എല്ലാവരും ഉപകാരപ്പെടുത്ത്. ഇതിലെപ്പോൾ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലെ എപ്പോഴാണ് ഈ കാര്യങ്ങൾ മാറുക എന്നുള്ളത് പറയാനില്ല. ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തതുപോലെ ഇനി ഇതിനകത്ത് മാറ്റങ്ങൾ എപ്പോൾ അനൗൺസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എല്ലാവരോടും എനിക്ക് പറയാം. ഈ GST-യിൽ വന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ ഡീലേഴ്സിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക? ശരിക്കും സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതനുസരിച്ചിട്ടാണെങ്കിൽ ബാലഗോപാൽ സാർ സംസാരിച്ചത് ഇതിന് യാതൊരുവിധ സ്റ്റഡിയും നടത്തിയല്ല ഇതൊരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ സ്റ്റഡി നടത്തി പരിഷ്കാരം കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരും. ഇതിനകത്ത് ക്രെഡിറ്റ് ഉള്ള, അതായത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഇപ്പോഴും കയ്യിലുള്ള ഡീലർമാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. അവരുടെ സ്റ്റോക്ക് ക്രെഡിറ്റ് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രെഡിറ്റ്, അതായത് സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങളുടെ GST ഓൾറെഡി ഡീലർമാർ അടയ്ക്കുകയും ചെയ്തു. ഇനി വിൽക്കുമ്പം കുറഞ്ഞ GST-യിൽ കൊടുക്കുകയും വേണം. ഇതിനിടയ്ക്കുള്ള എമൗണ്ടിൻ്റെ ഹ്യൂജ് ലോസ് ആണ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ വരുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീലർമാരുടെ വെച്ചാണെങ്കിൽ ഏകദേശം 10,000 കോഴ്സിന് അടുത്ത് വരും നഷ്ടം. ഈ പറഞ്ഞിരുന്നു ചെറിയ ഡീലേഴ്സ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തുടങ്ങി ഡീലേഴ്സ് ആയിട്ടുള്ളവരെ. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമല്ലേ ഉണ്ടാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ചെറിയൊരു ബിസിനസ് തുടങ്ങി സ്വന്തം രാജ്യത്ത് തന്നെ അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞു വന്ന ഇലക്ട്രിക്കൽ 2 വീലേഴ്സിലും ചെറിയ 2 വീലേഴ്സ് എടുത്തിട്ടുള്ള 3-4 പേര് ചേർന്ന് എടുത്തിട്ടുള്ള ചെറിയ 2 വീലേഴ്സ് ഉണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ അധ്വാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുത്ത് വണ്ടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അവർ സ്റ്റോക്ക് വെച്ചിട്ടില്ലാത്തവർ സസ്റ്റെയിൻ ചെയ്ത് കുറച്ച് ആൾക്കാർ പോകും.
സ്റ്റോക്ക് വെച്ചിട്ടുള്ളവർക്ക് ഈ ക്രെഡിറ്റ് ഇൻപുട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിന് നമ്മൾ നിർമ്മലാ സീതാരാമനും GST കൗൺസിലിനും ബഹുമാനപ്പെട്ട നമ്മുടെ ബാലഗോപാൽ സാറിനും ഒക്കെ നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. എത്രമാത്രം ഇത് പ്രായോഗികമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരാത്ത രീതിയിൽ വരും എന്നുള്ളത് അറിയില്ല. വാറ്റിൽ നിന്ന് KGST നിന്ന് വാറ്റിലോട്ട് പോകുമ്പം നമുക്ക് ഇൻപുട്ട് മൊത്തത്തിൽ തന്നിരുന്നു. വാറ്റിൽ നിന്ന് GSTയിലോട്ട് വരുമ്പോഴും നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഗവൺമെൻറ് തന്നിരുന്നത്. അത് നാച്ചുറൽ ജസ്റ്റിസ് അല്ലാത്ത രീതിയിലൊരു സമീപനം ആദ്യമായി സ്വീകരിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റും GST കൗൺസിലും. അപ്പോൾ ഈ നാച്ചുറൽ ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അസോസിയേഷൻ തയ്യാറാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഈ വാഹന വിപണിയായിട്ട് ബന്ധപ്പെട്ടും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും GST ഇത്രയും വലിയൊരു കുറവ് വരുത്തുന്നതും അല്ലേ? GSTയിൽ കുറവ് വരുന്ന ആദ്യമായിട്ടാണ്. അതാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്. ഇപ്പം മോട്ടോർ വാഹന, അതായത് ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം ഡീലർമാരുടെ കയ്യിലുള്ള സ്റ്റോക്കായാലും വാഹനമായാലും മോണിറ്റർ ചെയ്യാൻ പരിവാഹൻ സോഫ്റ്റ്വെയർ എന്നൊരു സാധനമുണ്ട്. വേറെ ഒന്നിനും അങ്ങനൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിങ്ങൾക്കും ചെക്ക് ചെയ്യാം. ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഡീലർമാരുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ മോണിറ്റർ ചെയ്തതാണ്. ആ വാഹനങ്ങൾ നമുക്ക് വിറ്റ് തന്നെ പോയേ പറ്റുള്ളൂ. തിരിച്ചെടുത്തിട്ട് ചേസ് നമ്പരും എഞ്ചിൻ നമ്പരും മാറ്റിയിട്ടൊന്നും പുതിയ മോഡലാണെന്ന് പറഞ്ഞ് ഇറക്കാൻ പറ്റില്ല. മോഡലായിപ്പോയി. ബാക്കി ആർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ണിപ്പൊടിയിടുന്ന പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്കത് പൂർണ്ണമായിട്ട് ശരിയാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഓക്കെ, നല്ല കാര്യം, നാട്ടുകാർക്കൊക്കെ ഗുണപ്പെടുന്ന കാര്യം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പരിവാഹൻ സോഫ്റ്റ്വെയറിനകത്ത് ബില്ലടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിവാഹൻ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റില്ലാണ്. ആ വണ്ടി ഞങ്ങൾ 28% കൊടുത്തിട്ടാണ് വണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അതിനി കൊടുക്കാൻ പോകുന്നത് 18%. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. 28% എടുത്ത സാധനം 18% കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തരില്ല എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കേസുകൾ വന്നാൽ സ്റ്റോക്ക് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്, അതായത് ഇന്നലെ വരെ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത സ്റ്റോക്കുകൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അതിനെന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നിടം വരെ ഞങ്ങൾക്കത് വിഷയമാണ്. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? മറികടക്കാൻ വേണ്ടിയിട്ടാണ് നിയമപരമായി നിയമപരമായി പോകുന്നതിന് മുമ്പ് ആദ്യം ലെറ്ററുകൾ എപ്പോഴും നമ്മൾ ലെറ്ററുകൾ കൊടുക്കുക, നിവേദനങ്ങൾ സമർപ്പിച്ചിട്ട് അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം കിട്ടുമോ എന്ന് പരിഹരിക്കുന്നുണ്ട്. കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആയാലും ഇതിൻ്റെ പിന്നിൽ നിർമ്മലാ സീതാരാമൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ കേരളത്തിൽ നമ്മൾ ബാലഗോപാൽ സാറിന് ലെറ്റർ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ GST കൗൺസിലിനും നിർമ്മലാ സീതാരാമൻജിക്കും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട്. പരിഹരിക്കണം, കൺസിഡർ ചെയ്യണം, ഇതുവരെ ഇല്ലാത്തതാണ്, നാച്ചുറൽ ജസ്റ്റിസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതൊന്ന് സഹായിക്കണം എന്നുള്ളത് നിവേദനത്തിലൂടെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിലെന്താ വരുന്നതെന്ന് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ ആലോചിക്കണം. അത് KAD ആണ്, കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആണ്. എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കും. പരിഹരിക്കപ്പെടണമല്ലോ, ആരെയും അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇപ്പം മന്ത്രി തന്നെ എന്ന് പറഞ്ഞത് ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഈ GSTയിൽ വലിയ വിലക്കുറവ് വരുന്നത് സാധാരണക്കാർക്ക് കൂടി പ്രയോജനകരമാണെന്നുള്ള കാര്യം ഉറപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ വാഹനത്തിൻ്റെ GSTയിൽ വരുന്ന കുറവ് സാധാരണക്കാരന് പ്രയോജനപ്പെടുമോ? അത് മിനിസ്റ്റർ പറഞ്ഞ കറക്റ്റ് അല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോണിറ്ററൈസേഷൻ ഉള്ള ഒരു സാധനം നമ്മുടെ വാഹനം മാത്രമേ ഉള്ളൂ. കാരണം വാഹനം എത്ര വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എഞ്ചിൻ നമ്പർ ചേസ് നമ്പറിലാണ് വരുന്നത്. ആ വാഹനങ്ങൾ എന്തായാലും ആ വിലയിൽ വിപണിയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റുള്ളൂ. ഈ വിപണിയിൽ എത്തിയതിന് ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നമ്പേഴ്സൊക്കെ ഉള്ളവർക്കേ ഉള്ളൂ ഇത് കറക്റ്റാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെയുള്ള മോണിറ്ററൈസേഷൻ വേണം. അത് സാധാരണക്കാർക്ക് ഇത് കൃത്യമായിട്ട് ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെയുള്ള ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാവുമ്പോഴാണ് ഈ GST കുറച്ചുകൊണ്ടുള്ള ഗുണം ഉണ്ടാകും. ആ ഗുണത്തെ എങ്ങനെ നാട്ടുകാരിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള മോണിറ്ററൈസേഷന് വേണ്ടുന്ന കാര്യങ്ങൾ കേരള ഗവൺമെൻറ് ചെയ്യും എന്ന് മിനിസ്റ്റർ പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയാം, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് അതിനെപ്പറ്റി ഒന്നും ചെയ്തതായിട്ടുള്ള വിവരമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു പഠനം നടത്തിയോ അല്ലെ ഇതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒന്നും നടത്തിയതായിട്ടും അറിവില്ല. കാരണം ഇന്ന് രാവിലെ ഞാൻ മിനിസ്റ്റർ ഒരു ഇൻ്റർവ്യൂ ചാനൽ കാണുമ്പോൾ അതിൻ്റെ മിനിസ്റ്റർ തന്നെ പറയുന്നത് ഞാനും കൂടെയുള്ള കമ്മിറ്റിയിൽ പോലും ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷനോ ഇതെങ്ങനെ മോണിറ്റർ ചെയ്യണമെന്നോ ഇതിൻ്റെ വരുംവരായെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെന്നുള്ള ഒരു പഠനങ്ങളും നടത്താതെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതാണ് ഞാൻ ഊന്നി പറയുന്നത്. ഇത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ജസ്റ്റിസിന് എഗനസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗുണം എല്ലാവർക്കും കിട്ടണം, കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതുപോലുള്ള ഹ്യൂജ് ലോസ് വരുന്ന ഒരു 10% ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കോടികളാണ്. എല്ലാവർക്കും ഒരുപോലെ ഒരു രാജ്യം ഒരു ഇതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്നലെയും കൂടെ പറഞ്ഞ പോലെ
ആ രീതിയിൽ വരുമ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു പഠനം നടത്തി ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. ഇതുപോലെ ഇപ്പം കുറച്ചതുപോലെ പെട്ടെന്നൊരു കൂട്ടുന്ന തീരുമാനവും വന്നുകൂടായികയില്ലെന്നല്ലേ? അതാണ് ഇപ്പോഴത്തെ ആശങ്കാജനകവും ഞാൻ നാച്ചുറൽ ജസ്റ്റിസ് അല്ലാത്തൊരു കാര്യത്തിന് ഇപ്പോഴും ഹോൾഡ് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ആശങ്ക ഞങ്ങളുടെ അത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ വീണ്ടും കൂട്ടിക്കൂടാന്നില്ലല്ലോ. കാരണം ഫിനാൻഷ്യൽ ഇയറിൻ്റെ പകുതിക്ക് കൊണ്ടുവന്നിട്ടാണ് GST കുറയ്ക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. അതൊരു പഠനവും നടത്താതെ. അപ്പോൾ ഒരു പഠനവും നടത്താതെ ഒരു നോട്ട് ഡിമിനിഷിങ് പോലെ ഒരു സംഭവം വീണ്ടും വന്നുകൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. കിട്ടുന്ന അവസരം എല്ലാവരും മുതലാക്കി അവരവർക്ക് ഗുണം കിട്ടുന്ന, അതായത് സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന അവസരങ്ങൾ വളരെ ഇത് ഈ പറഞ്ഞ പോലെ എപ്പം കൂടും എപ്പം കുറയും എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കിട്ടുന്ന അവസരം എല്ലാവരും മാക്സിമം ഉപയോഗിച്ച് വാഹനങ്ങൾ ഇപ്പോൾ വില കുറഞ്ഞ സമയമാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വാങ്ങി സഹായിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ.